GSTയിലെ മാറ്റങ്ങൾ 22/9/2025 മുതൽ റേറ്റ് ഓഫ് ടാക്സിൽ വരികയാണ്. GST കൗൺസിലിൻ്റെ ലാസ്റ്റ് മീറ്റിംഗ്, അതായത് 56ാമത്തെ മീറ്റിങ്ങിൽ 2 തരത്തിലുള്ള മാറ്റങ്ങളാണ് നിർദ്ദേശിക്കപ്പെട്ടത്. അതിൽ ഒന്നാമത്തേത് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും നികുതി നിരക്കിൽ റേറ്റ് ഓഫ് ടാക്സിൽ വരുത്തുന്ന മാറ്റങ്ങൾ നിർദ്ദേശങ്ങളായിട്ടാണ് GST കൗൺസിലിന് തരാൻ പറ്റുക. രണ്ടാമത്തേത് GST നിയമം കൂടുതൽ സുതാര്യവും കാര്യക്ഷമവുമാക്കാനുള്ള നിർദ്ദേശങ്ങൾ, അതായത് GST നിയമത്തിൻ്റെ നടപടിക്രമങ്ങൾ കൂടുതൽ നികുതിദായക സൗഹാർദ്ദപരമായി മാറ്റാനുള്ളതും ദ്രുതഗതിയിലാക്കാനും ആയിട്ടുള്ള നിർദ്ദേശങ്ങൾ എന്നർത്ഥം. GSTയിൽ പൊതുജനങ്ങൾക്കുള്ള വിശ്വാസവും സുതാര്യതയും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സും വർദ്ധിപ്പിക്കാനുള്ള സുപ്രധാനമായ മാറ്റങ്ങൾ GST കൗൺസിലിൻ്റെ 56ാമത്തെ മീറ്റിങ്ങിൽ നിർദ്ദേശമായി വന്നിട്ടുണ്ട്. ഈ നിർദ്ദേശങ്ങൾ GSTയുടെ CBIC നോട്ടിഫിക്കേഷനായി ഇറക്കുന്ന തീയതി മുതൽ അതിന് പ്രാബല്യം ഉണ്ടാകും. 22/9/2025 മുതലാണ് റേറ്റ് ഓഫ് ടാക്സിൽ വരുന്ന കാതലായ മാറ്റങ്ങൾ. നികുതി നിരക്ക് മാറ്റങ്ങൾ എന്നു മുതൽ പ്രാബല്യത്തിൽ എന്ന ഒരു പ്രശ്നം ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. ഭൂരിഭാഗം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഈ GST കൗൺസിൽ നിർദ്ദേശിക്കപ്പെട്ട നികുതി നിരക്ക് മാറ്റങ്ങൾ 22/9/2025 മുതൽ പ്രാബല്യത്തിൽ വരുന്നതാണ് എന്ന് GST കൗൺസിൽ നിർദ്ദേശിച്ചിരിക്കുന്നു. കോമ്പൻസേഷൻ സെസ് ചുമത്തപ്പെട്ടു വരുന്ന സാധനങ്ങളായ സിഗരറ്റ്, പുകയില ഉൽപ്പന്നങ്ങൾ തുടങ്ങിയ 4-5 സാധനങ്ങളുടെ നികുതി മാറ്റം പിന്നീട് പ്രഖ്യാപിക്കുന്ന ഒരു തീയതി മുതൽക്കായിരിക്കും പ്രാബല്യത്തിൽ വരിക. ഈ GST കൗൺസിലിലെ ഏറ്റവും പ്രധാന തീരുമാനം റേറ്റ് ഓഫ് ടാക്സ് മാറ്റിവെച്ചാൽ GST അപ്പലേറ്റ് ട്രിബ്യൂണൽ അല്ലെങ്കിൽ GST-AT സംബന്ധിച്ച നിർദ്ദേശങ്ങളാണ്. GST നിയമം പ്രാബല്യത്തിൽ വന്ന് 8 വർഷം പിന്നിട്ട ശേഷമാണ് GST അപ്പലേറ്റ് ട്രിബ്യൂണൽ രൂപീകരിക്കപ്പെട്ടത്. എങ്കിലും GST അപ്പലേറ്റ് ട്രിബ്യൂണൽ മുമ്പാകെ അപ്പീൽ ഫയൽ ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഇതുവരെ ആരംഭിച്ചിട്ടില്ല. ഈ കാര്യത്തിന് പരിഹാരമാകുന്നു. ഈ സെപ്റ്റംബർ മാസം തന്നെ അപ്പീൽ ഫയൽ ചെയ്യാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യാനും ട്രൈബ്യൂണലുകളുടെ ബെഞ്ചുകളിൽ ഈ ഡിസംബർ മാസത്തിൽ തന്നെ ഹിയറിങ്ങുകൾ തുടങ്ങാനും നിലവിൽ ഫയൽ ചെയ്യാൻ ബാക്കി നിൽക്കുന്ന ട്രൈബ്യൂണൽ അപ്പീലുകൾ ഫയൽ ചെയ്യാനുള്ള അവസാന തീയതിയായി 30/6/2026 എന്ന സമയപരിധി നിശ്ചയിക്കാനും GST കൗൺസിൽ തീരുമാനമുണ്ട്. GST അപ്പലേറ്റ് ട്രിബ്യൂണൽ അല്ലെങ്കിൽ GST-ATയുടെ പ്രിൻസിപ്പൽ ബെഞ്ചിന് അഡ്വാൻസ് റൂളിംഗിൻ്റെ നാഷണൽ അപ്പലേറ്റ് അതോറിറ്റിയായി പ്രവർത്തിക്കാനുള്ള ചുമതലയും കൂടി GST കൗൺസിൽ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നു. പിന്നീട് വരുന്ന ഏറ്റവും വലിയ പ്രായോഗിക നിയമമാറ്റം അല്ലെങ്കിൽ റെഗുലേഷൻ്റെ മാറ്റം കൂടി എന്ന് പറയാം. ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ റീഫണ്ടുകൾ വേഗത്തിലാക്കാനുള്ള സംവിധാനം. ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ അല്ലെങ്കിൽ IDS എന്ന GSTയുടെ പ്രത്യേക സംവിധാനത്തിൻ്റെ നിലവിലുള്ള പ്രവർത്തനക്ഷമതക്കുറവ് മനസ്സിലാക്കിയിട്ട് ചെറുകിട വ്യവസായികൾ അനുഭവിക്കുന്ന GST റീഫണ്ട് ലഭിക്കാനുള്ള കാലതാമസത്തെ അതിജീവിക്കാൻ പാകത്തിന് ഒരു സംവിധാനം 56ാമത്തെ GST കൗൺസിൽ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു എന്നത് വളരെ സ്വാഗതാർഹമാണ്. റിസ്ക് ബേസ്ഡ് പ്രൊവിഷണൽ സാങ്ഷൻ ഓഫ് റീഫണ്ട് അറൈസിങ് ഔട്ട് ഓഫ് ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ എന്ന തലക്കെട്ടോട് കൂടിയിട്ടാണ് പ്രസ് റിലീസിൽ ഈ കാര്യങ്ങൾ എടുത്തു പറഞ്ഞത്. CGST ആക്ടിൻ്റെ, SGST ആക്ടിൻ്റെ, UTGST ആക്ടിൻ്റെ, IGST ആക്ടിൻ്റെ ഒക്കെ ബന്ധപ്പെട്ട റീഫണ്ടിൻ്റെ സെക്ഷൻ CGST ആക്ടിനെ സംബന്ധിച്ചിടത്തോളം സെക്ഷൻ 54ൻ്റെ സബ്സെക്ഷൻ 6 പ്രകാരം നികുതി റീഫണ്ട് അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ അപേക്ഷയിൽ പ്രതിപാദിച്ച തുകയുടെ 90% പ്രൊവിഷണലായി അല്ലെങ്കിൽ താൽക്കാലികമായി പെട്ടെന്ന് തന്നെ
നികുതിദായകർക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള, അതും 7 ദിവസത്തിനുള്ളിലെന്നാണ് മനസ്സിലാക്കുന്നത്, തീരുമാനം ചെറുകിട വ്യവസായികളുടെ ദീർഘനാളത്തെ ആവശ്യമായിരുന്നു. അതിനൊരു പരിഹാരമായി എന്നത് സ്വാഗതാർഹമാണ്. എന്താണ് ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ? ഒരു സപ്ലൈക്കായി ഉപയോഗിച്ച ഇൻപുട്ടുകളുടെയും ഇൻപുട്ട് സർവീസുകളുടെയും നികുതി നിരക്ക് ആ സപ്ലൈയുടെ നികുതി നിരക്കിനേക്കാൾ ആണോ എങ്കിൽ ആ സാഹചര്യത്തെ ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ എന്ന് പറയാം. സാധനത്തിൻ്റെ റേറ്റ് ഓഫ് ടാക്സ്, അതായത് ഉൽപ്പാദിപ്പിച്ച സാധനത്തിൻ്റെ റേറ്റ് ഓഫ് ടാക്സ് കുറവും റോ മെറ്റീരിയലിൻ്റെ റേറ്റ് ഓഫ് ടാക്സ് കൂടുതലുമാകുന്ന സമയത്ത് ഇൻപുട്ട് റീഫണ്ട് വരും. അത്തരം സാഹചര്യങ്ങളിൽ സപ്ലയർക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അധികമായി വന്ന അയാളുടെ ക്രെഡിറ്റ് ലെഡ്ജറിൽ കുമിഞ്ഞുകൂടി കിടക്കും. ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ സാഹചര്യം മൂലം കുമിഞ്ഞുകൂടി വരുന്ന ഇത്തരം ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് തുക, അക്യൂമുലേറ്റഡ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് തുക റീഫണ്ടായി ലഭിക്കാൻ സപ്ലയർക്ക് അപേക്ഷിക്കാവുന്നതാണ് എന്ന് GST നിയമം വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന്, ഒരു സപ്ലയറുടെ ഔട്ട്വേർഡ് സപ്ലൈയുടെ നിരക്ക് 5%. അയാൾ ആ സപ്ലൈ നടത്തുന്നതിലേക്കായി ഉപയോഗിച്ച റോ മെറ്റീരിയലുകളുടെ സർവീസ് മേഖലയിലുള്ളവയുടെ കൂടി ഇൻപുട്ട് ടാക്സുകളുടെ GST റേറ്റ് 18% അവിടെ ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ സാഹചര്യം വരുന്നു. ഉദാഹരണത്തിന്, ഒരു സപ്ലയറുടെ ഇൻപുട്ട് ഒരു മാസം 10 ലക്ഷം രൂപയും ഇൻപുട്ട് ടാക്സ് 1,80,000 രൂപ വരുമല്ലോ. അങ്ങനെയാണെന്ന് വിചാരിക്കുക. ആ സപ്ലയർ വിൽപ്പന നടത്തുമ്പോൾ 15 ലക്ഷം രൂപയുടെ ഔട്ട്വേർഡ് സപ്ലൈ ആണെന്ന് കരുതുക. ആ ഔട്ട്വേർഡ് സപ്ലൈയുടെ അല്ലെങ്കിൽ വിൽപ്പനയുടെ തുകയായ 15 ലക്ഷം രൂപയുടെ നികുതി നിരക്ക് 5% എന്ന് വിചാരിക്കുക. അതായത് 15 ലക്ഷം രൂപയുടെ 5%, 75,000 രൂപയാണ് അദ്ദേഹത്തിന് ഔട്ട്വേർഡ് സപ്ലൈയുടെ ആ മാസത്തെ ഔട്ട്വേർഡ് ടാക്സ്. അദ്ദേഹം ഇൻപുട്ടായി എടുത്ത തുക 1,80,000 ആണ്. അയാൾക്ക് അയാളുടെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഉപയോഗിച്ച് അയാളുടെ ഔട്ട്പുട്ട് ടാക്സിൻ്റെ ബാധ്യത നിറവേറ്റാം. എങ്കിലും ഇൻപുട്ടായിട്ട് അയാളുടെ കൈവശം 1,80,000 രൂപയിൽ നിന്നും 75,000 രൂപ ഔട്ട്വേർഡ് സപ്ലൈയുടെ ലേബിലിറ്റി കഴിഞ്ഞ് ബാക്കി 1,05,000 രൂപ അദ്ദേഹത്തിൻ്റെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിൽ കുമിഞ്ഞുകൂടി കിടക്കുന്നു. കഴിഞ്ഞ മാസത്തെയും ഉണ്ടാകും, അടുത്ത മാസത്തേക്കും ഉണ്ടാവും. നികുതി ബാധ്യതയായി വരുന്ന 75,000 രൂപ കഴിച്ച് ബാക്കി വരുന്ന 1,05,000 രൂപ അദ്ദേഹത്തിന് ഇപ്പോഴത്തെ ചേഞ്ച് അനുസരിച്ച് റിട്ടേൺ കൊടുത്ത് 7 ദിവസത്തിനുള്ളിൽ കിട്ടാനുള്ള സാഹചര്യം ഉണ്ടാകുമെന്നാണ് GST കൗൺസിലിൻ്റെ തീരുമാനങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. GSTയുടെ ഈ മാറ്റങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള നോട്ടിഫിക്കേഷൻ വരുമ്പോൾ മാത്രമാണ് ഒരു കൃത്യമായ വിവരം പറയാൻ പറ്റുകയുള്ളൂ. എങ്കിൽ പോലും GST കൗൺസിലിൻ്റെ ഉദ്ദേശം ഇത്തരത്തിലാണ്. 7 ദിവസത്തിനുള്ളിൽ തന്നെ റിട്ടേൺ കൊടുത്ത് 7 ദിവസത്തിനുള്ളിൽ തന്നെ, അല്ലെങ്കിൽ റീഫണ്ട് ആപ്ലിക്കേഷൻ കൊടുത്ത് 7 ദിവസത്തിനുള്ളിൽ തന്നെ അത് അദ്ദേഹത്തിൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം എന്ന ഉദ്ദേശമാണെന്നാണ് മനസ്സിലാവുന്നത്. GST നിയമത്തിൻ്റെ ഉദ്ദേശം അവസാന സപ്ലൈയിന്മേൽ നികുതി ചുമത്തുക എന്നതാണല്ലോ. അതിനാൽ ഇപ്രകാരം കുമിഞ്ഞുകൂടി കിടക്കുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഒരു തുകയായി സപ്ലയർക്ക് മടക്കി നൽകുകയാണ് GST നിയമത്തിൻ്റെ സ്പിരിറ്റ് അനുസരിച്ച് സർക്കാർ ചെയ്യേണ്ടത്. ഇത് ചെയ്യാനായി ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ സാഹചര്യങ്ങളിൽ അക്യൂമുലേറ്റഡ് ITCയുടെ റീഫണ്ട് നൽകാൻ നിയമം വ്യവസ്ഥ ചെയ്യുന്നത്. നികുതി ഒഴിവായ ഔട്ട്വേർഡ് സപ്ലൈകൾക്ക്, അതായത് ഇവിടെ 5% ഉള്ളത് കൊണ്ടാണ് 18% റീഫണ്ട് കിട്ടുന്നത്. അത് നില്ലാണെങ്കിൽ ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചറിൻ്റെ പ്രയോജനം കിട്ടില്ല. കാരണം ഔട്ട്വേർഡ് സപ്ലൈ ടാക്സബിൾ ആണെങ്കിൽ മാത്രമേ ഇൻവേർഡ് ഇൻപുട്ട് ടാക്സിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ പറ്റുകയുള്ളൂ, റീഫണ്ട് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഔട്ട്വേർഡ് സപ്ലൈയുടെ നിരക്ക് നിൽ ആയതിൻ്റെ പേരിൽ ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ സാഹചര്യം വന്നാൽ അവിടെ അക്യൂമുലേറ്റഡ് ITC റീഫണ്ട് കിട്ടുകയില്ല എന്നും GST നിയമം വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. എക്സ്പോർട്ടറെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ഒരു നടപടി എന്ന് പറയുന്നത്
GST കൗൺസിലിൻ്റെ 56ാമത്തെ മീറ്റിങ്ങിലെടുത്ത തീരുമാനം IGST റീഫണ്ടുകൾ വേഗത്തിലാക്കാനുള്ള സംവിധാനം കുറച്ചുകൂടി വേഗത്തിലാക്കുന്നു. IGST നികുതി അടച്ച് സാധനങ്ങൾ കയറ്റുമതി ചെയ്യുന്നവരെ സംബന്ധിച്ചുള്ള റീഫണ്ട് പെട്ടെന്ന് കിട്ടാൻ വേണ്ടുന്ന നിയമ ഭേദഗതിക്കും നിർദ്ദേശം. അതേപോലെ GST രജിസ്ട്രേഷൻ വേഗത്തിലാക്കാൻ സംവിധാനം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ GST രജിസ്ട്രേഷൻ അപേക്ഷ കൊടുത്താൽ സാങ്കേതികമായി വാടകച്ചീട്ടിൽ കുറവുണ്ട്, വാടകച്ചീട്ടിൽ പ്രശ്നങ്ങളുണ്ട്, അപേക്ഷയിൽ ഇന്ന ഡോക്യുമെൻ്റ് ക്ലിയർ അല്ല, നികുതി അടച്ച ഡോക്യുമെൻ്റ് പോരാ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഡിഫക്റ്റുകൾ വരുന്നുണ്ട് രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ. ഇപ്പോൾ GST കൗൺസിൽ എടുത്ത തീരുമാനങ്ങളിൽ നിർദ്ദേശമായി വന്നിട്ടുള്ളത് 1 മാസം 2.5 ലക്ഷം രൂപയിൽ കൂടുതലല്ലാത്ത ഔട്ട്പുട്ട് അടയ്ക്കാൻ ബാധ്യതയുള്ള ബിസിനസ്സുകാർക്ക് രജിസ്ട്രേഷൻ്റെ അപേക്ഷ നൽകി 3 പ്രവൃത്തി ദിനങ്ങൾക്കുള്ളിൽ GST രജിസ്ട്രേഷൻ ലഭ്യമാക്കുന്ന നിർദ്ദേശം. അത് വളരെയേറെ അനിവാര്യമാണ്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിന് സുതാര്യതയ്ക്കുമൊക്കെ അത് ആവശ്യമാണ്. ഉദ്യോഗസ്ഥരുടെ ഇൻവോൾവ്മെൻ്റ് അവിടെ കുറയുന്നു. 2.5 ലക്ഷം പ്രതിമാസം ടാക്സ് ലയബിലിറ്റി വരുന്നവരെ എന്ന് പറയുമ്പോൾ മിക്കവാറും എല്ലാ ചെറുകിട സ്ഥാപനങ്ങളും അതിൽപ്പെട്ടു. അതേപോലെ ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള ഒരു നിർദ്ദേശം, ഈ കൊമേഴ്സ് മേഖല വളരെയേറെ വിപുലമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ കൊമേഴ്സ് മേഖലയിലുള്ള ചെറുകിട നികുതിദായകർക്ക് പെട്ടെന്ന് തന്നെ GST രജിസ്ട്രേഷൻ ലഭ്യമാക്കാനുള്ള പദ്ധതിയും നിർദ്ദേശിച്ചിട്ടുണ്ട്. കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ, അതായത് ഈ മാറ്റം നോട്ടിഫിക്കേഷൻ ചെയ്യുന്നതിന് മുമ്പ് ഈ കൊമേഴ്സുകാർ എവിടെയൊക്കെ ഏതൊക്കെ സ്റ്റേറ്റിൽ സ്റ്റോക്ക് ചെയ്യുന്നുണ്ടോ അവിടെയൊക്കെ രജിസ്ട്രേഷൻ എടുക്കണം. അപ്പോൾ കേരളത്തിൽ നിന്ന് ഒരു ചെറുകിട ഈ കൊമേഴ്സുകാരൻ ചെന്നൈയിൽ നിന്ന് സാധനം സ്റ്റോക്ക് ചെയ്ത് അവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അവിടെയും രജിസ്ട്രേഷൻ എടുക്കേണ്ട വളരെ സങ്കീർണമായ ഒരവസ്ഥയുണ്ട്. പണ്ടത്തെ വാറ്റ് രജിസ്ട്രേഷൻ്റെ കാര്യം പോലെ അത് മാറുകയാണ്. അത് ഈ കൊമേഴ്സ് മേഖലയിൽ പുതിയ വാതായനങ്ങൾ തുറക്കുകയാണ്. അതേപോലെ തന്നെ സർവീസ് മേഖലയിൽ ഉൾപ്പെടെ എക്സ്പോർട്ടിന് തടസ്സമായി നിൽക്കുന്ന ഒരു നികുതി ഘടന, ഇൻ്റർമീഡിയറി സർവീസിന് നികുതി ബാധ്യത വരുന്നൊരവസ്ഥയാണ്. അത് GST കൗൺസിൽ പരിശോധിക്കുകയും ഇൻ്റർമീഡിയറി സർവീസിന് ഇനി GST ബാധ്യത ഇല്ല എന്ന അവസ്ഥ സംജാതമാകും. അത് ഒരു നല്ല GST നിർദ്ദേശമാണ്. IGST ആക്ടിലെ ഇൻ്റർമീഡിയറി സർവീസ് സംബന്ധമായ വകുപ്പുകൾ എടുത്തു മാറ്റാൻ GST കൗൺസിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. മറ്റൊരു സപ്ലൈ നടത്തുന്നതിന് സഹായിയായി പ്രവർത്തിക്കുന്നതെന്നും പറയാം സർവീസുകളെ ഇൻ്റർമീഡിയറി സർവീസുകൾ എന്ന നിർവചനത്തിൽ പെടുത്തിയിരുന്നു. ഇൻ്റർമീഡിയറി സേവനങ്ങളെ സംബന്ധിച്ച് സപ്ലൈ സ്ഥലം എന്നത് സപ്ലയറുടെ ലൊക്കേഷനാണ് എന്ന് IGST ആക്ട് പറയുന്നു. സപ്ലൈ സ്ഥലം വിദേശമായാൽ മാത്രമേ ഒരു സപ്ലൈയെ എക്സ്പോർട്ടായി കണക്കാക്കൂ എന്നത് ഓർക്കുക. സാധാരണ നിലയിൽ വിദേശത്തുള്ള ഒരാൾക്കായി സേവനം നൽകിയാൽ അതിനെ എക്സ്പോർട്ട് സർവീസായി കണക്കാക്കും. പക്ഷേ ഒരു സേവനദാതാവ് വിദേശത്തുള്ള സ്വീകർത്താക്കൾക്കായി സേവനങ്ങൾ നൽകുമ്പോൾ പോലും അയാളുടെ സേവനം ഇൻ്റർമീഡിയറി സർവീസിൻ്റെ നിർവചനത്തിൽ പെട്ടുപോയാൽ അയാൾ ചെയ്യുന്നത് എക്സ്പോർട്ടായി നികുതി ഒഴിവാക്കാനുള്ള സാധ്യത ഇല്ലായിരുന്നു. അയാൾക്ക് ഒരു എക്സ്പോർട്ടറുടേതായ എല്ലാ ആനുകൂല്യങ്ങളും നേരത്തെ ലഭിക്കുമായിരുന്നില്ല എന്ന് മാത്രമല്ല, അയാൾ ആ സേവനത്തിൻ്റെ മേൽ GST റിവേഴ്സ് ചാർജ് അടിസ്ഥാനത്തിൽ സ്വയം അടയ്ക്കേണ്ടിയും വന്നിരുന്നു. ഈ പ്രശ്നങ്ങളെല്ലാം മാറ്റാൻ ഇൻ്റർമീഡിയറി സർവീസ് സംബന്ധിച്ച വകുപ്പുകൾ എല്ലാം നീക്കം ചെയ്ത് നിയമ ഭേദഗതി വരുത്തുവാൻ GST കൗൺസിൽ നിർദ്ദേശിച്ചിരിക്കുന്നു. ഇത്തരം ഭേദഗതികൾ സർവീസ് എക്സ്പോർട്ട് മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകും. പ്രത്യേകിച്ച് അമേരിക്ക ഒക്കെ പുതിയ താരിഫൊക്കെ പല രീതിയിൽ പ്രഖ്യാപിച്ച് ഇരിക്കുന്ന ഈ സമയത്ത് നമ്മുടെ എക്സ്പോർട്ട് ഉഷാറാകാൻ ഇൻ്റർമീഡിയറി സർവീസിൻ്റെ നികുതി ബാധ്യത ഒഴിവാക്കുമ്പോൾ ഫലപ്രദമാകും.
അതേപോലെ തന്നെ ഏറ്റവും സങ്കീർണമായ ഒരു 2017 മുതലുള്ള പ്രശ്നമാണ് പോസ്റ്റ് സെയിൽ ഡിസ്കൗണ്ട് എന്നത്. പോസ്റ്റ് സെയിൽ ഡിസ്കൗണ്ടുമായി ബന്ധപ്പെട്ട പ്രധാന പ്രശ്നങ്ങൾ GST തുടങ്ങിയ 2017 മുതൽ ഇപ്പോഴും നിലനിൽക്കുന്നു. ഉദാഹരണത്തിന്, ഒരു സിമൻറ്റ് കമ്പനി കേരളത്തിലെ നികുതിദായകനായ സിമൻറ്റ് വ്യാപാരിക്ക് 1,00,000 രൂപയുടെ സിമൻറ്റ് 28% ടാക്സ് ചേർത്ത് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യും. അത് സപ്ലൈ കംപ്ലീറ്റായി ഇവിടെ എത്തി. 1,00,000 രൂപയുടെ ഇൻപുട്ടായ 28,000 രൂപ തൻ്റെ റിട്ടേണിൽ, മന്ത്ലി റിട്ടേണിൽ കാണിച്ച് ഇൻപുട്ട് എടുത്തു. 3 മാസം കഴിഞ്ഞ് ആ സിമൻറ്റ് നിർമ്മാണ കമ്പനി കേരളത്തിലുള്ള സിമൻറ്റ് വ്യാപാരിക്ക് കച്ചവടം നടത്തിയ ടേൺ ഓവറിൻ്റെ അടിസ്ഥാനത്തിൽ 2,000 രൂപ പോസ്റ്റ് സെയിൽ ഡിസ്കൗണ്ടായി, അതായത് വിൽപ്പനാന്തര ഡിസ്കൗണ്ടായി നൽകിയെന്ന് കരുതുക. 2,000 രൂപയും അതിൻ്റെ ആനുപാതിക GSTയും രേഖപ്പെടുത്തിയ ഒരു GST ക്രെഡിറ്റ് നോട്ട് മാനുഫാക്ചറർ ഇഷ്യൂ ചെയ്തുകൊണ്ടാണ് ഇപ്രകാരം പോസ്റ്റ് സെയിൽ ഡിസ്കൗണ്ട് നൽകുന്നത് എന്ന് കരുതുക. നിർമ്മാണ കമ്പനി ഈ ക്രെഡിറ്റ് നോട്ട് ആ കമ്പനിയുടെ പ്രതിമാസ റിട്ടേണിൽ കാണിക്കുകയും ചെയ്തു എന്ന് വയ്ക്കുക. ഇപ്രകാരം സംഭവിച്ചാൽ സിമൻറ്റ് വാങ്ങിയ അഥവാ പോസ്റ്റ് സെയിൽ ഡിസ്കൗണ്ട് കൈപ്പറ്റിയ കേരളത്തിലെ സിമൻറ്റ് വ്യാപാരി ക്രെഡിറ്റ് നോട്ടിൽ സിമൻറ്റ് നിർമ്മാണ കമ്പനി കാണിച്ച GST എലമെൻറ്റിൻ്റെ GSTയുടെ ഭാഗത്തിൻ്റെ അത്രയും തുക 3 മാസം മുമ്പെടുത്ത ഇൻപുട്ടിന് പലിശ സഹിതം തിരിച്ചടക്കേണ്ട ഒരു സ്ഥിതി ഉണ്ട്. ഇത്തരം പ്രശ്നങ്ങൾക്ക് CBICയുടെ 212/6/2024 എന്ന സർക്കുലർ പോലും പൂർണ്ണ പരിഹാരമാകുന്നില്ല എന്ന് GST കൗൺസിൽ മനസ്സിലാക്കിയിരിക്കുന്നു. ആ സർക്കുലർ പിൻവലിക്കാനും ശാശ്വത പരിഹാരത്തിനായി പുതിയ ഭേദഗതികൾ കൊണ്ടുവരുവാനും സമഗ്രമായ നിർദ്ദേശങ്ങൾ 56ാമത്തെ GST കൗൺസിൽ തീരുമാനിച്ചിരിക്കുന്നു. ആക്റ്റിൽ അമെൻമെൻറ്റുകളും റൂൾസിലൊക്കെ അമെൻമെൻറ്റ് ഈ കാര്യത്തിൽ വേണ്ടിവരും. നോട്ടിഫിക്കേഷൻ വരുമ്പോൾ കൃത്യമായിട്ട് അറിയാൻ കഴിയുകയുള്ളൂ. എന്നിരുന്നാലും 2024 212/6/2024 പ്രഖ്യാപിച്ച സർക്കുലർ വാങ്ങുന്ന ആളെ സംബന്ധിച്ചോളം, വാങ്ങുന്ന വ്യാപാരികളെ സംബന്ധിച്ചോളം വളരെ അനുകൂലമായിരുന്നു. അത് പ്രതികൂലമാകുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഇല്ലാത്ത രീതിയിൽ നോട്ടിഫിക്കേഷൻ ഉണ്ടാകണം. അതുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. GST രജിസ്ട്രേഷൻ പരിധിയിൽ മാറ്റമൊന്നുമില്ല. GSTയുടെ രജിസ്ട്രേഷൻ പരിധിയിൽ മാറ്റം വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അത്തരം ഒരു മാറ്റവും വന്നിട്ടില്ല. സേവനങ്ങൾക്ക് പ്രതിവർഷം 20,00,000 രൂപ ടേൺ ഓവർ, അതായത് മൊത്തം വരവ് ഉണ്ടെങ്കിലും അതേപോലെ GST രജിസ്ട്രേഷൻ എടുക്കണം. 20,00,000 രൂപ പ്രതിവർഷം വരവുണ്ടെങ്കിൽ സേവനദാതാക്കൾ GST രജിസ്ട്രേഷൻ എടുക്കണം. ചരക്കുകളുടെ കൈമാറ്റത്തിൽ പ്രതിവർഷം 40,00,000 രൂപ ടേൺ ഓവർ ഉണ്ടെങ്കിൽ GST രജിസ്ട്രേഷൻ എടുക്കണം. ഇത് മാറ്റമില്ലാതെ തുടരുന്നു. അവിടെ ഒരു മാറ്റം GST കൗൺസിൽ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചു, പക്ഷേ ഉണ്ടായില്ല. ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള ഒരു പോയിൻ്റ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ മാറ്റങ്ങളുടെ പബ്ലിക്കിന്, കൺസ്യൂമർക്ക് കിട്ടുന്ന ഒരു ബെനഫിറ്റായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് സെക്ഷൻ 171 എന്ന ആൻറ്റി പ്രോഫിറ്ററി വകുപ്പാണ്. ആൻറ്റി പ്രോഫിറ്ററിംഗ് വകുപ്പ്. നികുതി നിരക്കിൽ കുറവുകൾ വരുത്തപ്പെട്ടാൽ അത് ബിസിനസ്സുകാർക്ക് സ്വന്തം ലാഭത്തിന് വേണ്ടി ഉപയോഗിച്ചാൽ പോരാ, ആ നിരക്ക് കുറവിൻ്റെ ആനുപാതികമായ ഗുണങ്ങൾ വിൽപ്പന തുകയിൽ പ്രതിഫലിക്കണം എന്ന് CGST ആക്ടിലെയും SGST ആക്ടിലെയും സെക്ഷൻ 171 നിഷ്കർഷിക്കുന്നു. നിരക്ക് കുറവിൻ്റെ ഗുണം കസ്റ്റമർക്ക് പാസ് ഓൺ ചെയ്യുന്നില്ലെങ്കിൽ ബിസിനസ്സുകാർക്കെതിരെ നടപടിയെടുക്കാൻ ഒരു ജുഡീഷ്യൽ ഫോറവും GST നിയമത്തിലുണ്ട്. വാഹനങ്ങളുടെ നികുതി നിരക്കിൽ വന്ന കുറവ് മാർക്കറ്റിൽ പ്രകടമായിരിക്കുകയാണ് ഈ സമയത്ത്. ഈ ആൻറ്റി പ്രോഫിറ്ററിംഗ് വകുപ്പിൻ്റെ ബലം മൂലമാണ് രാജ്യവ്യാപകമായി വാഹന കമ്പനികൾ വിലക്കുറവിൻ്റെ ഓഫറുകൾ പ്രഖ്യാപിക്കുന്നത്. നമുക്ക് ഇപ്പോൾ അത് ദൃശ്യവുമാണല്ലോ. ട്രാൻസ്പോർട്ട് വാഹനങ്ങളുടെ നികുതിക്ക് 18% ഈ റേറ്റ് ഓഫ് ടാക്സ് ചേഞ്ച് വന്നപ്പോൾ 22/9/2025 മുതൽ കുറയുകയാണ്. നേരത്തെ കോമ്പൻസേഷൻ സെസ്സും ഉൾപ്പെടെ ഏതാണ്ട് 50% വാഹനങ്ങളുടെ നികുതി. അത് 28% GSTയും കോമ്പൻസേഷൻ സെസ് ഏതാണ്ട് 22% വരെയൊക്കെ വരുമായിരുന്നു.
അങ്ങനെ വരുമ്പോൾ മൊത്തം 50% നികുതി ഉണ്ടായിരുന്നത് ഇപ്പോൾ 18% കോമ്പൻസേഷൻ സെസ് ഇല്ലാതെയായിട്ടുണ്ട്. അതേപോലെ കോമ്പൻസേഷൻ സെസ് ഉണ്ടായിരുന്ന വാഹനങ്ങൾക്ക് 40% നികുതി നിരക്ക് കുറച്ചു. അപ്പോൾ അവിടെ പ്രകടമായി 10% കുറവ് നികുതി മേഖലയിൽ വന്നിട്ടുണ്ട്. 18% ആക്കിയിട്ടുള്ള ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ, ചെറിയ വാഹനങ്ങൾ ഒക്കെ തന്നെ CC-യുടെ ലിമിറ്റ് വെച്ചിട്ടാണ്. അത് 18% ആവുമ്പോൾ വിലക്കുറവുണ്ടാവുന്നു. ഏറ്റവും പ്രധാന ചോദ്യം, നിരക്കുമാറ്റം എപ്പോൾ മുതൽ റേറ്റ് ഓഫ് ടാക്സ് ചേഞ്ച് എഫക്റ്റീവ് ആണ് എന്നുള്ളതാണ്. ഒരു സപ്ലയറുടെ ടൈം ഓഫ് സപ്ലൈ അഥവാ സപ്ലൈ സമയം വരുന്നത് നികുതി മാറ്റ നോട്ടിഫിക്കേഷന് മുമ്പാണ് എങ്കിൽ പഴയ നികുതി നിരക്ക് ആണ് ആ സപ്ലൈക്ക് ബാധകം. പഴയ നികുതി നിരക്കാണ് ആ സപ്ലൈക്ക് ബാധകം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സപ്ലൈയുടെ ടൈം ഓഫ് സപ്ലൈ അഥവാ സപ്ലൈ സമയം വരുന്നത് നികുതി നിരക്ക് മാറ്റ നോട്ടിഫിക്കേഷൻ ശേഷമാണെങ്കിൽ, അതായത് 22/9/2025 എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു, അതിനുശേഷമാണെങ്കിൽ പുതിയ നിരക്കാണ് ആ സപ്ലൈക്ക് ബാധകം. ഗുഡ്സ് സപ്ലൈയുടെ സപ്ലൈ സമയം എന്താണ് എന്ന്, എപ്പോഴാണ് എന്നൊക്കെ CGST ആക്ടിൻ്റെ 12-ാം വകുപ്പിൽ പറയുന്നു. സർവീസിൻ്റെ സപ്ലൈയുടെ സമയക്രമം ഏതാണെന്ന് സെക്ഷൻ 13-ലും പറയുന്നു. നികുതി നിരക്കിൽ മാറ്റം വന്നാൽ ബാധകമായ നിരക്ക് എങ്ങനെ കണക്കാക്കണമെന്ന് CGST ആക്ടിൻ്റെയും SGST ആക്ടിൻ്റെയും ഒക്കെ 14-ാം വകുപ്പിൽ കൃത്യമായി പറയുന്നുണ്ട്. 22/9/2025 ഒരാൾ, ഒരു കച്ചവടക്കാരൻ വിൽപ്പന നടത്തുമ്പോൾ അന്ന് അദ്ദേഹം കാണിക്കേണ്ട നികുതി, നിരക്ക് മാറ്റം വന്ന നികുതി തന്നെയാണ് ഇൻവോയ്സിൽ കാണിക്കേണ്ടത്. അതിന് മുമ്പ് കൊടുക്കുന്ന ഇൻവോയ്സ് 21/9/2025 ഒരാൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നു. അപ്പോൾ കൊടുക്കേണ്ട നികുതി പഴയ നികുതി നിരക്കാണ്. സപ്ലൈ ചെയ്യുന്നത് പിറ്റേ ദിവസം, അതായത് 22-ാം തീയതി ആണെങ്കിൽ പോലും ഇൻവോയ്സ് എഴുതിയ തീയതി, അതേപോലെ അതിൻ്റെ പണം കിട്ടിയ തീയതിയൊക്കെ 22-ാം തീയതിക്ക് മുമ്പാണെങ്കിൽ പഴയ റേറ്റ് ബാധകമാകും. 3 കണ്ടീഷനാണ് അവിടെ വരുന്നത്. 1, യഥാർത്ഥത്തിൽ ഡെലിവറി ചെയ്യുന്ന തീയതി. 2, ഇൻവോയ്സ് എഴുതുന്ന തീയതി. 3, പേയ്മെൻറ്റ് കിട്ടുന്ന തീയതി. ഇതിൽ 3 കാര്യങ്ങളിൽ 2 കാര്യങ്ങൾ കട്ട് ഓഫ് ഡേറ്റ് മുമ്പാണെങ്കിൽ പഴയ റേറ്റ് തന്നെ വരും. ഇൻവോയ്സ് ഡേറ്റ് 22-ാം തീയതി ആണെങ്കിൽ പോലും സപ്ലൈ ചെയ്തതും പേയ്മെൻറ്റ് നടത്തിയതും 21-ാം തീയതിയോ അതിനു മുമ്പോ ആണെങ്കിൽ പഴയ റേറ്റ് വരും. പൊതുവേ ബിസിനസ്സുകാർ ഒരു ദിവസം കൂടി വെയിറ്റ് ചെയ്ത് 22-ാം തീയതിയിലത്തെ ആക്കാനാണ് സാധ്യത. അതാണ് നികുതി നിരക്ക് പുതിയത് കിട്ടാനുള്ള സൗകര്യം. പിന്നെ വന്ന ഏറ്റവും വലിയ മാറ്റം സർവീസ് മേഖലയിൽ, ആരോഗ്യ മേഖലയിലെ നികുതി ഇളവുകളാണ്. നിരവധി മരുന്നുകൾക്ക് GST ഒഴിവാക്കുകയും 12% നികുതി നിരക്ക് 5% പരിമിതപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇത് വളരെയേറെ സ്വാഗതാർഹമാണ്. ആരോഗ്യ ഇൻഷുറൻസ് മേഖലയിൽ നികുതി ഒഴിവാക്കി കഴിഞ്ഞു. ഇൻഷുറൻസ് പ്രീമിയത്തിന് 18% വരെ റേറ്റ് കുറയും. അതായത് 1 ലക്ഷം രൂപ പ്രീമിയം ഉണ്ടായിരുന്നത് 82,000 രൂപയായി കുറയും. മറ്റ് നികുതി മാറ്റങ്ങളെക്കുറിച്ച് പറയുമ്പോൾ കൃഷി മേഖലയെ പ്രോത്സാഹിപ്പിക്കാനായി ധാരാളം ഇളവുകൾ GST നിരക്കിൽ വരുത്തിയിട്ടുണ്ട്. മിഡിൽ ക്ലാസ് ജനങ്ങളുടെ നിത്യോപയോഗ സാധനങ്ങളിൽ മേജറായിട്ടുള്ളത് എല്ലാം നികുതി നിരക്ക് 5% പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. ഫുഡ് പ്രൊഡക്ട്സ് മിക്കവാറും എല്ലാം തന്നെ 18% നിരക്ക് ആയിരുന്നത് പോലും 5% കൊണ്ടുവന്നിട്ടുണ്ട്. ദൈനംദിന ചിലവുകൾ കുറയ്ക്കാൻ വളരെയേറെ സഹായകമായിരിക്കും ടോയ്ലറ്റ് സോപ്പുകൾ, ടൂത്ത് പേസ്റ്റ്, ടൂത്ത് ബ്രഷ്, ടാക്കം പൗഡർ തുടങ്ങിയ സാധനങ്ങൾ നികുതി നിരക്ക് കുറച്ചത്. റിന്യൂവബിൾ എനർജി ഉപകരണങ്ങളുടെ CGST-യിലും SGST-യിലും IGST-യിലും മൊത്തത്തിൽ GST-യുടെ റേറ്റ് 5% കുറച്ചു. മാർബിളിൻ്റെയും ഗ്രാനൈറ്റിൻ്റെയും നികുതി നിരക്ക് 5% കുറച്ചു. കണ്ണടകളുടെ നികുതി നിരക്ക് 5%. ചില ബാറ്ററികൾ, ഓട്ടോമോട്ടീവ് ബാറ്ററീസൊക്കെ 28% വരെ നികുതി ബാധ്യത ഉണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാ ബാറ്ററികളും 18% എന്ന നിലയ്ക്ക് കുറച്ചു.
28% വരെയൊക്കെ നികുതി ഉണ്ടായിരുന്ന വലിയ TV മോണിറ്ററുകൾ 18% കുറച്ചു. കൂടാതെ എയർ കണ്ടീഷണറുകളുടെ നികുതി നിരക്കും 18% കുറച്ചിട്ടുണ്ട്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരു കച്ചവടക്കാരൻ തൻ്റെ ഉൽപ്പന്നം 18% ആയിരുന്നത് 22/9/25 5% കുറച്ചാണ് വിൽക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ഇൻവോയ്സിൽ കാണിച്ചേ പറ്റൂ. MRP നിയമത്തിൽ, അതായത് ലീഗൽ മെട്രോളജി വകുപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ആ സ്റ്റിക്കറിലൊക്കെ മാറ്റം വരുത്താൻ നിയമം പരിരക്ഷ ഇപ്പോൾ ഉണ്ട്. 21-ാം തീയതി ഒരു സാധനം വാങ്ങുമ്പോൾ 100 രൂപയുടെ സാധനത്തിന് 18% നികുതിയോടുകൂടി 118 രൂപയ്ക്ക് വാങ്ങുമ്പോൾ 22-ാം തീയതി 100 രൂപയുടെ സാധനം 5% നികുതിയായ 105 രൂപയ്ക്ക് കസ്റ്റമർക്ക് കിട്ടുന്നു. അത് കിട്ടിയിരിക്കണം, ഇൻവോയ്സിൽ അത് കാണിച്ചിരിക്കണം. അത് വളരെ നിർബന്ധമാണ്. ആ വിലക്കുറവ് എങ്ങനെയാണ് വരുന്നത്, നികുതിയുടെ പേരിലാണ് എന്നത് കാണിക്കണം. അങ്ങനെ വരുമ്പോൾ കച്ചവടക്കാർക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ? ഒരു നഷ്ടവുമില്ല. അദ്ദേഹം എടുത്ത ഇൻപുട്ട് 18% തന്നെ അദ്ദേഹത്തിന് ക്ലെയിം ചെയ്യാം. പക്ഷേ അതിന് ശേഷം വാങ്ങുമ്പോൾ അത് 5% ആകുന്നു. അവിടെ തിരിച്ചടയ്ക്കേണ്ട പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. പക്ഷേ ചില വസ്തുക്കളുടെ നികുതി 5% ആയിരുന്നതോ 18% ആയിരുന്നതോ നില്ലായി പോയി എന്ന് വിചാരിക്കുക. അങ്ങനെ വന്നാൽ 21/9/2025 അദ്ദേഹത്തിൻ്റെ കയ്യിലിരുന്ന സ്റ്റോക്കിൽ ആനുപാതികമായ ഇൻപുട്ട് അദ്ദേഹം ആൾറെഡി എടുത്തു കാണും. ആ ഇൻപുട്ട് മാത്രം തിരിച്ചടയ്ക്കണം. ഒറ്റ സാഹചര്യത്തിൽ, എപ്പോഴാ? നികുതി നിരക്ക് 0 ആയി വന്ന സാഹചര്യത്തിൽ, അല്ലെങ്കിൽ നില്ലായി വന്ന സാഹചര്യത്തിൽ. മെഡിസിന് അങ്ങനെ ചില സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട്. അല്ലാതെ റേറ്റ് കുറച്ചു എന്നതുകൊണ്ട് ഒരു കച്ചവടക്കാരൻ തൻ്റെ കയ്യിലിരിക്കുന്ന സ്റ്റോക്കുകൾക്ക് റിവേഴ്സ് ടാക്സ് അടയ്ക്കേണ്ട കാര്യം വരുന്നില്ല. ജോബ് വർക്ക് ചെയ്യിക്കുക എന്നത് MSME സെക്ടറിലും മറ്റ് ധാരാളം മേഖലകളിലും പരക്കെ ചെയ്യപ്പെടുന്ന ഒരു സേവനമാണ്. പ്രത്യേകിച്ച് പ്രിൻറ്റിംഗ് മേഖല. നോട്ടിഫൈ ചെയ്യാത്ത വസ്തുക്കളുടെ മേലുള്ള ജോബ് വർക്ക് നിരക്കുകൾ ഇപ്പോൾ നിലവിൽ, അതായത് 22/9/2025 വരെ 12% ആയിരുന്നു. അത് 18% ഉയർത്തിയിട്ടുണ്ട്. പക്ഷേ MSME സെക്ടറിൽ പ്രിൻറ്റേഴ്സ് ഉൾപ്പെടെയുള്ളവർക്ക് ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചറിൻ്റെ ആനുകൂല്യം ലഭ്യമാകും. റീഫണ്ട് അപ്ലിക്കേഷൻ കൊടുത്താൽ 7ാമത്തെ ദിവസം 90% ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചറിലുള്ള നികുതി തിരിച്ച് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരും അപ്ലിക്കേഷൻ കൊടുത്താൽ. എങ്കിൽ പോലും സർക്കാരിൽ നിന്നും റീഫണ്ട് കിട്ടാനുള്ള കാലതാമസം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ജോബ് വർക്കിന് നികുതി നിരക്ക് കൂട്ടുന്നത് MSME മേഖലയിൽ അസംതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ഹോട്ടലുകളിലെ വാടകയ്ക്ക് GST നിരക്ക് പ്രതിദിനം യൂണിറ്റ് 1-ന് 7500 രൂപ വരെ ഉള്ളിടത്ത് 5%, അതിനു മുകളിൽ വാടകയുള്ളിടത്ത് 18% ആണ് ഇപ്പോൾ പുതിയതായി നിശ്ചയിച്ചിരിക്കുന്നത്. അവിടെ സാങ്കേതികമായി ഹോട്ടലുകൾ ഫേസ് ചെയ്തിരുന്ന കുറേയേറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിനൊരു പരിഹാരമായി. ഹെൽത്ത് ക്ലബ്ബുകൾ, സലൂൺ, ഫിറ്റ്നസ് സെൻ്ററുകൾ, യോഗ, ബ്യൂട്ടി ആൻഡ് ഫിസിക്കൽ വെൽബീയിങ് സർവീസുകൾക്കൊക്കെ 18% ആയിരുന്നു നികുതി നിരക്ക്. അത് 5% ആക്കിയിട്ടുണ്ട്. ലോട്ടറി ടിക്കറ്റിൻ്റെ നികുതി നിരക്ക് 40% കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെല്ലാം GST കൗൺസിലിൻ്റെ നിർദ്ദേശങ്ങളാണ്. CBIC നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കുമ്പോഴേ ഈ നിരക്കുകളെല്ലാം ആധികാരികതയോടെ പ്രാബല്യത്തിൽ വരികയുള്ളൂ. എങ്കിലും GST കൗൺസിൽ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടുള്ള നോട്ടിഫിക്കേഷൻ തന്നെ പുറപ്പെടുവിക്കാനാണ് എല്ലാ സാധ്യതകളും വിരൽ ചൂണ്ടുന്നത്. ഇതുവരെയും നടന്നിട്ടുള്ള GST കൗൺസിൽ മീറ്റിങ്ങുകളെ അപേക്ഷിച്ച് പൊതുജനങ്ങൾക്ക് നേരിട്ട് തന്നെ ഗുണം കിട്ടുന്ന നിർദ്ദേശങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും.